വളരെ കൃത്യമായി എനിക്ക് അത് മാധ്യമങ്ങളിൽ കേട്ട വിവരമായിരിക്കുള്ളൂ. പക്ഷേ മതവിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനുള്ള ഒരു പൗരന്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വാതന്ത്ര്യം, അവകാശമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ മതപുരോഹിതന്മാർക്ക് രാഷ്ട്രീയത്തെപ്പറ്റി അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നവർ വിചാരിക്കുന്നു. അതേ കാലത്ത് മതപരമായ വിഷയങ്ങളിൽ മറ്റാരും ഒരു അഭിപ്രായം പറഞ്ഞുകൂടാ എന്നവർ പറയും. അത് രണ്ടും കൂടി ശരിയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ കണക്കിൽ വിമർശനം എന്ന് പറയുന്നത് മാന്യമായ വിമർശനം ആർക്കെതിരെയും ഉന്നയിക്കാം. അത് മതത്തിന് അത് ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷയുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റില്ല. തിരിച്ചോ മത നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, അഭിപ്രായം പറയരുതെന്ന് പറയുന്നത് പിണറായി വിജയൻ CPM-മാണ്. മതമേഖലന്മാര് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് വേദിയിൽ നിന്ന് പോലും വിഷയം. ജനാധിപത്യം എന്ന് പറയുന്നത് മതത്തെപ്പറ്റി രാഷ്ട്രീയക്കാർക്കൊക്കെ അഭിപ്രായം പറയാനും അതിനെതിരഭിപ്രായം പറയാനുള്ള ഒരു തുറന്ന അന്തരീക്ഷത്തിനെയാണ്, ആ സ്വാതന്ത്ര്യത്തെയാണ്, അവകാശത്തെയാണ് ജനാധിപത്യം എന്ന് പറയാം. നിങ്ങൾ മതകാര്യം നോക്കിയാൽ മതി, രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാൻ വരുന്നത് എന്ന് പൗരത്വത്തോട് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാൽ മതി, മതത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല എന്ന് പൗരത്വ രാഷ്ട്രീയത്തോട് പറഞ്ഞ കാര്യമില്ല. അവിടെ ഇതൊക്കെ മനുഷ്യന്റെ കാര്യങ്ങളാണ്, ഇതൊക്കെ മനുഷ്യന്റെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ പൗരന്മാരുടെ പ്രശ്നങ്ങളാണ്. അതിൽ എവിടെയാണ് അന്ധവിശ്വാസം, എവിടെയാണ് അനാചാരം, എവിടെയാണ് അഴിമതി, എവിടെയാണ് അക്രമം എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാതെ ആളുകൾ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് വേണം. നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ എന്താണ് മറുപടി എന്ന് പറഞ്ഞാൽ കഴിച്ചത്. ശ്രീ PK റഹീം, ഇപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുമാറ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവേഷം വെക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 40 കോടി ചെലവഴിച്ച് പള്ളി ഉണ്ടാക്കുന്നു, അതിനു ചുറ്റും നോളജ് സിറ്റി ഉണ്ടാക്കുന്നു, അവിടെ വലിയ സംരംഭങ്ങൾ വരുന്നു, അതിനുവേണ്ടി പ്രത്യേക കമ്പനി ഉണ്ടാക്കുന്നു, അതിലേക്ക് ഓഹരികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ തിരുകേശത്തിന്റെ മറവിൽ ഒരു വലിയ ബിസിനസ് സംരംഭത്തിനുള്ള തുടക്കം കുറിക്കുകയാണോ AP അബൂബക്കർ മുസ്ലിയാർ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. ആ പള്ളിക്ക് ചുറ്റും ഏതെങ്കിലും ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതും ഇസ്ലാമിൽ തെറ്റായ ഒരു കാര്യമൊന്നുമില്ല. ആ പള്ളി അസത്ത് പള്ളിയിൽ ഇപ്പം മുടി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പള്ളിയിൽ ആരും പോകാതിരിക്കുന്നില്ല. ഞാൻ ആ പള്ളി സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ തിരുവേശം ആർക്കും കാണിച്ചൊന്ന് കൊടുക്കുന്നോ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രൂപത്തിൽ സൂക്ഷിച്ചതായിട്ടൊന്നും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ആ പള്ളിയിൽ ഒരു തിരുവേശം ഉണ്ടാകുന്നതിനെതിരല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. കാശ്മീരിൽ ഉള്ളതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇതുവരെ ഇതിലെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ അസത്തർബാൽ പള്ളി എന്ന് പറയുന്നത്. കാശ്മീരിൽ പോകുന്ന ആളുകളൊക്കെ അപ്പോഴൊക്കെ സന്ദർശിക്കും. അത് തെറ്റാണെന്ന് ഇതുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഏതെങ്കിലും രൂപത്തിൽ ഒരു ടൂറിസം വളരുന്നോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനം ഉണ്ടാക്കുന്നോ എന്നുള്ളത് അത് തെറ്റാണെന്ന് പറയുന്ന അസൂയയുടെ ഭാഗമാണ്. ഒരാള് ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്തായാലും ഒരു ഒരു പണ്ഡിതൻ ഇതുപോലെ ഒരു യജ്ഞം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ യാത്ര നടത്തുകയും അദ്ദേഹം ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എങ്കിൽ അതിന് ഏതെങ്കിലും രൂപത്തിലൊരു തെറ്റ് ഹജ്ജ് വലിയ ഇല്ല. ഹജ്ജ് നല്ലൊരു പവിത്രമായ കർമ്മമാണ്. അതിപ്പോ വലിയൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത് എല്ലാവരും പറയും. സുപ്രീം കോടതി ഇപ്പോ ഇന്ത്യ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അർത്ഥത്തിലാണ് നിങ്ങൾ നടത്തുന്നത്. വലിയൊരു വ്യാപാരം, വലിയൊരു മാഫിയ